എന്തൊരു ഏറാണ് മാങ്കൂട്ടത്തിലെണ്ണൻ കോഴിമാങ്കൂട്ടം ചെറിയ രീതിയിൽ എന്തൊരു ഏറാണെന്ന് ചോദിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു സ്ത്രീ അങ്ങനെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോരട്ടെ, സോണിയ പോരട്ടെ. അടുത്ത പരാതിക്കാരി അല്ലെങ്കിൽ അടുത്ത ഒരു വ്യക്തി, ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്ഷേപിച്ചുകൊണ്ട്. അങ്ങനെ വരും തോറുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ജനങ്ങൾക്ക് സ്നേഹം ഇപ്പൊ ഇച്ചിരി കൂടി തുടങ്ങിയിട്ടുള്ളതേ. എനിക്കങ്ങനെയാ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. ഇപ്പൊ പുതിയൊരെണ്ണം, എന്താ ജസ്ല മാടശ്ശേരി ഒരു ചാറ്റൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് സ്ത്രീയെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ചാറ്റ് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറുമെന്ന്? അല്ല, എന്തുവാ ആ ചാറ്റിനകത്ത് ഇത്ര ഉള്ളത്? ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. എടാ, ഇതൊക്കെ ആരുടെ പ്ലാനാടേ? ഇതൊക്കെ ആരുടെ പ്ലാൻ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഓൾറെഡി 3 കേസുണ്ട്. കോടതി അതിൽ ജാമ്യവും കൊടുത്ത് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് പുള്ളി. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കൊടുത്തു. അത് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങോട്ട് പൊളിഞ്ഞു. ഇന്നലെ നമ്മുടെ ഷഹനാസ് മാഡമൊക്കെ കയറിയിരുന്നങ്ങോട്ട് വാതോരാതെ ഗർജിക്കുന്ന കണ്ടു. ഒരൊറ്റ ചോദ്യം ചോദിക്കായിരുന്നു അവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഷഹനാസ് മാഡത്തോട്, ഷഹനാസ് മാഡം ഒരു തെളിവൊന്ന് പുറത്തു വിട്ടേ മാഡം എന്ന് ചോദിക്കായിരുന്നല്ലോ. എന്താരും ചോദിക്കാഞ്ഞ്? ഷഹനാസ് മാഡം വാതോരാതിരുന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക്, ഷഹനാസ് മാഡം ഒരു തെളിവ് പുറത്തേക്ക് വിട്, രാഹുലിനോട് എന്തോ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഷഹനാസ് മാഡം തെളിവ് വിട്. എന്താ പറ്റാത്തേ? ഷഹനാസ് മാഡത്തിന് തെളിവിടാൻ പറ്റാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പുതിയൊരാള് കുറച്ചായം തോന്നുന്നു ഈ ഒരു ചാറ്റ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഈ ഒരു ജസ്ന മാടശ്ശേരി എന്ന് പറയുന്ന വ്യക്തി. കാരണം ഒന്നും ഇല്ലടേ, ഈ ചാറ്റൊക്കെ കാണുമ്പോഴേ അറിയാം. ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ദീർഘവീക്ഷണം, ഒരാളുടെ പോക്ക് കണ്ടാൽ ഏതറ്റം വരെ എത്തുമെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. കോഴി പോട്ടെ, ചാറ്റ് പുറത്തു വിട്ടേക്കുന്ന ഇത്രേ ഉള്ളൂ. എബൌട്ട് യു, ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്ത് എനിക്ക് കിട്ടിയായിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. എന്തൊരു ഏറാണ് മാങ്കൂട്ടത്തിലെണ്ണൻ കോഴിമാങ്കൂട്ടം ചെറിയ രീതിയിൽ എന്തൊരു ഏറാണെന്ന് ചോദിക്കുന്നു. ഞാനൊരു പെൺകുട്ടിയോട് പറയുക, ഓളെ വെള്ളാട്ടി നിന്റെ ഏറ് സൂപ്പറാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാര് അപ്പുറം നിൽക്കുന്നവള്, അവൾ ഇച്ചിരി നീറ്റ് ആണെങ്കിൽ ഉടനെ എടുത്ത വായി എന്നെ തെറി പറയും. നീ എന്ത് വർത്താനോടാ ഈ പറയുന്നത് എന്തെങ്കിലും ചോദിക്കും, എത്ര പേഴ്സണൽ ആയിട്ടാണത് പറഞ്ഞെങ്കിലും. എന്ത് വർത്താനോടാ നീ പറയുന്നത് എന്നൊക്കെ പറയും. അല്ലാതെ ഉടനെ മറ്റേ ചിരിച്ച ഇമോജി, അതിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല എന്താണ് ആ ചിരിച്ച ഇമോജി. വായ ഇങ്ങോട്ട് തുറന്നു വെച്ചോട്ട് അങ്ങോട്ട് ചിരിച്ചു കൊടുക്കുക. എന്തൊരു ഏറാണെന്ന് രാഹുൽ മാങ്കൂട്ടൻജി പറഞ്ഞ ഉടനെ അടുത്തത്, നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ, വഴക്കാളി. മാങ്കൂട്ടം മോനെ കോഴിക്കുട്ടനാണ് അത്. മാങ്കൂട്ടം ഇവിടെ എതിർക്കുന്നൊന്നും ഇല്ല, പിടികിട്ടിയില്ലേ? പിന്നെ വീണ്ടും നാടോടി, ഞാൻ രാഹുൽ, പത്തനംതിട്ടയിലെ ഒരു KSU പ്രവർത്തകനാ. നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, സെയിം ഹിയർ. എറിക്ക് പറഞ്ഞു ഇങ്ങനെ, എറിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി. വാട്ട്? ബാക്കിയുള്ള ചാറ്റുകൾ അതും കൂടെയൊക്കെ ഒന്ന് പുറത്ത് വിടാമോ ജസ്ല മാടശ്ശേരി? അതോ ഇത്രേ ഉള്ളോ? ഇത്ര മതിയല്ലേ? ജനങ്ങൾ ഇത്രയും കണ്ടാൽ മതിയായിരിക്കും അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെപ്പോലെ രാഹുൽ മാങ്കൂട്ടം ആരോടൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ അവരുടെ ചാറ്റ് ഇങ്ങനെ പുറത്ത് വിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചാറ്റിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ളതും ജനങ്ങൾ ചോദിക്കും. മോളെ ബാക്കി എവിടെ? അതും കൂടെ കാണിക്കും. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ കോയിത്തരം അല്ലെങ്കിൽ ഒരു ചെറിയ മറ്റേ മൂപ്പ് കയറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിനയാവും. ഇതാ ഇപ്പം ആ ഒരു ഇമോജി മാത്രം മതി, നിങ്ങൾ ഏറിപ്പോവും. മനസ്സിലായോ? കാരണം ഒരാൾ ഇങ്ങനെ എന്തൊരു എറടിയും മുള്ള നീ എന്ന് പറയുമ്പോഴത്തേക്ക് ചിരിച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയാണോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ. അയ്യോ, നമ്മൾ പാവം. എന്താണെങ്കിലും കൊള്ളാം. ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വരട്ടെ, ചാറ്റുകൾ പുറത്തേക്ക് വിടട്ടെ. രാഹുലിന് ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടിലും ബൂസ്റ്റ് 24-ൽ കൊടുത്ത ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹാഷ്മി അങ്ങ് ശൂന്യാകാശത്തോട്ടും പോയി, രാഹുൽ രാജാവ് ആയി മാറി. ഇന്നലെ ഷഹനാസ് മാഡം വന്ന് വീണ്ടും ഒരു ഡയലോഗ് ഇറക്കിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ 3G. രാഹുൽ പിന്നെയും അപ്പപ്പിന്ത സോൾ. ആൾക്കാർക്ക് ഹാപ്പി. രാഹുൽ ജി കറക്റ്റാണ് രാഹുൽ പറയുന്നത്. ഇന്നലെ ഈ
ഷഹനാസ് തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങനെ റീലുകളായിട്ട് പോകുന്നു. അതിന്റെ അടിയിലൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നു. ഷഹനാസെ മോളെ, നിന്നെ വീട്ടിൽ കയറ്റിയാലും ഞാൻ രാഹുലിനെ വീട്ടിൽ കയറ്റുവടി. കാരണം ഷഹനാസ് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ജനങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകളാണ് പറയുന്നത്, മോളെ ഷഹനാസെ ഞങ്ങൾ വീട്ടിൽ കയറ്റിക്കോളാം അവനെ, എന്നാലും നിന്നെ കയറ്റത്തില്ല കേട്ടോ എന്ന് പറയുന്നത്. ഷഹനാസ് മാഡത്തിനോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക്, നിങ്ങൾ തെളിവുകൾ പുറത്തു വിട്. നിങ്ങൾ വന്നിരുന്നിട്ട് അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അവന് ശ്രീലങ്ക പോകാൻ വേണ്ടിയിട്ട് മറ്റേ അവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ, തെളിവുകൾ അത് പുറത്തേക്ക് വിട്. കോടതിയിൽ അയാൾക്കെതിരെ പരാതി കൊടുത്തവർ തന്നെ കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് തെളിവുകളൊന്നും പോരാ. അതുകൊണ്ടാണല്ലോ അയാളെ ജാമ്യത്തിൽ വിട്ടത്. പിടികിട്ടിയോ? ഇങ്ങനെ ഇരുന്ന് ഒരാളെ അപരാധിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നാളെ പുള്ളി കയറി അങ്ങ് സ്റ്റാർ ആവും, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ പിന്നെ ക്ഷമയും ചോദിച്ചോണ്ട് നമ്മുടെ സോളാർ ഏജ് ചെയ്ത കണക്ക്, സരിതക്കുട്ടി ചെയ്ത കണക്കെ, എന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വെറുതെ പരാതി കൊടുത്തത്, അത് കള്ളപ്പരാതിയായിരുന്നു അല്ലെങ്കിൽ കള്ള ആക്ഷേപമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നാളെ വരരുത്. പിടികിട്ടിയോ? നാട്ടുകാരാട്ടും. ഇനിയിപ്പം നമുക്ക് വി ഡി സതീശൻ മാമനെ പറ്റി കുറച്ച് കാര്യങ്ങൾ. സതീശൻ മാമൻ സൂപ്പറാണ്. മാമൻ രാവിലെ തന്നെ കളം മാറ്റി ചവിട്ടി നേരെ CPM അണ്ണാക്കിലിട്ട് കൊടുത്ത് നിയമസഭയിൽ ഗർജിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞ് എടേ സതീശൻ മാമ, നിങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വന്തം പാർട്ടിയിലുള്ളവനെ മറ്റുള്ളവരെന്തൊക്കെയോ പറയുന്നത് കേട്ട് ചവിട്ടി പുറത്താക്കിയവനെ ടീം അല്ലേ നിങ്ങളൊക്കെ? എന്നിട്ട് ഇപ്പൊ പറയുന്നു, അയ്യോ അവന് അങ്ങനെ അവന്റെ MLA സ്ഥാനം ഒന്നും കളയാൻ പറ്റത്തില്ല, അതിവിടെ എൻ്റെ പേരിൽ പോലും കേസുണ്ട്, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പാർട്ടിയിൽ അവനില്ല കേട്ടോ മാമ. എന്നിട്ട് ഇപ്പൊ മാമന്റെ കുറച്ച് കോണയണികളുണ്ട്, നമുക്കൊന്ന് കേട്ടാലോ അത്? സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ രാഹുലുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ പ്രിയപ്പെട്ടവരെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ മറ്റേ ഹൈപ്പ് വീഡിയോ കണ്ട ഒന്ന് ക്ലിക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക കൂട്ടുകാരെ. നമുക്ക് വി ഡി സതീശൻ മാമനിലേക്ക് പോകാം. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ്, അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല, ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പോൾ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക, മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. സതീശൻ മാമ, ഈ 2 ഉദ്ദേശം മാത്രമേ ഉള്ളോ നമ്മുടെ പിണുമാമനുള്ളത്? ഈ 2 ഉദ്ദേശം മാത്രമേ ഉള്ളോ? എങ്ങനെ പറയാൻ പറ്റുന്ന സതീശൻ മാമ ഇപ്പോഴും ഈ ഡയലോഗുകൾ? ഈ 2 കാര്യം പിണുമാമന്റെ മനസ്സിൽ കാണും. അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കേസ് ഇനിയും കുത്തിപ്പോക്കി ഒരുപാട് സംസാരമാകാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് പൊക്കി നിർത്തുക, അവന്റെ മറ്റേ മൂട്ടിലിട്ട് തീ ഇങ്ങനെ കൊളുത്തി കത്തിച്ച് ഇങ്ങനെ ആളിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇവിടെ കുറേ ആയിട്ട് നടക്കുന്നത്. ഏതെങ്കിലും ഒരുത്തനെ സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങോട്ട് പോക്കിയാൽ അടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത് അതിരപ്പെടുത്ത അടുത്ത പരാതിക്കാരി എന്നും പറഞ്ഞ് അടുത്തത് വരും. ഇത് കുറച്ചായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്. സതീശൻ മാമ, താങ്കൾ ഇതൊന്നും കാണുന്നില്ലായോ? ഈ 2 കാരണങ്ങളല്ല 3 കാരണങ്ങളാക്കണം അതുകൊണ്ട് താങ്കൾ, മനസ്സിലായോ? രാഹുൽ മാങ്കൂട്ടത്തിലാണ് മെയിൻ. അവനെ വെച്ച് ഞങ്ങളുടെ കൊള്ള മൊത്തവും മുക്കും. അതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന്റെ മുദ്രാവാക്യം. അത് വി ഡി സതീശൻ മാമൻ എന്താ മനസ്സിലാക്കാൻ ഇത്ര അങ്ങോട്ട് ബുദ്ധിമുട്ട്? തള്ളി പറഞ്ഞോണ്ടാണോ? അവനെ എൻ്റെ പാർട്ടിയിലൊന്നും പറ്റത്തില്ല, അവനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും. എടോ താനൊക്കെ അത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണമായിരുന്നു. താനൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ മുകേഷ് MLA കാര്യം. അവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയായിരുന്നോ ചേട്ടാ കേസൊക്കെ വന്നിട്ട്? ഇല്ലാലോ. അതുപോലെ നിങ്ങൾക്ക് പാർട്ടി നിർത്തിക്കൊണ്ട് അവൻ കുറ്റക്കാരനാന്ന് തെളിയട്ടെ, എന്നിട്ട് അവനെ പാർട്ടിയിൽ നിന്ന് പുറത്ത് ചവിട്ടി പുറത്താക്കാം എന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. ചെയ്തോ താങ്കൾ? മാന്യനാവാൻ പോയതല്ലേ വലിയ മാന്യൻ. മാന്യതയൊക്കെ അധികം വൈകാതെ പൊളിയും കേട്ടോ. നമുക്ക് ബാക്കി കാണാം. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക.
അതിനുവേണ്ടി SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൗർഭാഗ്യകരമായൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്നൊരു സാഹചര്യമാണ്. സർക്കാരാണ് ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് അവർക്കെതിരായി അച്ചടക്ക നടപടികൾ പോലും അവർ സ്വീകരിക്കാതിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി CPM സ്വർണം കട്ടതിന് സോണിയാഗാന്ധിയെക്കുറിച്ച് പറയേണ്ടതിന് സ്വർണം കട്ടത് CPM നേതാക്കളാണ്. ആ CPM നേതാക്കളെ സംരക്ഷിക്കുന്നത് CPM ആണ്, മുഖ്യമന്ത്രിയാണ്, ഭരണകൂടമാണ്, CPM നേതൃത്വമാണ്. ബിഡിമാമൻ ഒരു കാര്യം ചെയ്യും. ബിഡിമാമൻ ആദ്യമേ കൂടെ ഉള്ളവരെ ഒന്ന് സംരക്ഷിക്കും, എന്നിട്ട് CPM ഉണ്ടാക്കാൻ പോവാം. കാരണം ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങൾ എത്ര ഉണ്ടാക്കാൻ പോയാലും ഇരട്ടച്ചങ്കൻ ഇങ്ങനെ കജ കല്ലിയെ പോലെ ഇങ്ങനെ നിൽക്കും. പോടാ എടാ പോടാ, ഞാനാടാ രായാവ്, ഞാൻ പറയും പിള്ളേരൊക്കെ അനുസരിക്കും. സ്വർണ്ണക്കൊള്ളയാ ഒന്നുമില്ല, ഇനി അടുത്ത വേളാങ്കണ്ണി ചിലപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ മൂടോടങ്ങി കൊണ്ടുവരും. ആ ഒരു മൂഡിലായിരിക്കും. പിടികിട്ടിയോ? അവിടെ ചെന്നിട്ട് കുരച്ചിട്ട് ഒരു കാര്യമില്ല വീടി മാമ. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, കൂടെ ഉള്ളവരെ നിങ്ങളൊന്ന് കൈവിടാതെ നിർത്ത്, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ തിരിച്ചാടി കൊടുക്കാം. അല്ലാതെ ഒരു പാർട്ടി നിന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ പിരിയിട്ട് വലിയും ചവിട്ടിത്തകലും ഈ പരിപാടി മാറ്റിവെക്ക്, കൂടെ നിർത്ത്, കൂട്ടി കൊടുക്കാതെ. പിടികിട്ടിയോ? കൂടെ നിർത്ത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ഇവിടുത്തെ ജനങ്ങൾ, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാ, CPM ഇനി വോട്ട് കൊടുക്കുന്നത് ബുദ്ധിയുള്ള ഒരാളും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടുത്ത ഇനി ഒരു മണ്ടത്തരം കൂടെ കാണിച്ചു വെക്കുമെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. പിന്നെ ബുദ്ധിമാനായിട്ടുള്ള പിണുമാമൻ അവസാന നാളുകളാവുമ്പോഴത്തേക്ക് നൈസായിട്ട് പാവപ്പെട്ടവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. എന്നാ മുന്നേ നമ്മള് പാർട്ടി എല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാവരും ആഘോഷിപ്പിൻ. കുറെ പാവങ്ങൾ അതും വിശ്വസിച്ച് പോകും പുറകെ. അങ്ങനെ ചിലപ്പോൾ കുറച്ച് വോട്ട് കിട്ടിയാലേ ഉള്ളൂ. അല്ലാതെ ഇച്ചിരി തല ഒന്ന് ചിന്തിക്കുന്നവനൊന്നും ഒരിക്കലും ഇനി പിണ്ണുമാമനെ കൊണ്ട് വോട്ട് കുത്തും, ആ പാർട്ടിക്ക് വോട്ട് കുത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനിയും കുത്തി ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത വേളാങ്കണ്ണിയൊക്കെ അവിടെ ചെല്ലും, ഇവിടുന്ന് അവിടെ പോയി അവിടെ നിന്ന് കൊണ്ടുവരും. പിടികിട്ടിയോ? വേണമെങ്കിൽ അതൊക്കെ ചെയ്തു കളയും. ഇവിടെ ഉറപ്പായിട്ടും ചെയ്തു കളയും. കേരള സർക്കാർ, കേരളം ഞങ്ങൾ ഹെവിയാ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും. നമുക്കിനി പരാതിക്കാരി ഇതുപോലുള്ള കുറേ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ട് നമ്മുടെ ജസ്ന ജസിയ എന്തായിരുന്നു അവളുടെ ജസ്ല മാടശ്ശേരി. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഓരോ ചാറ്റുകൾ ഇങ്ങനെ പുറത്ത് വിടുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ പരാതി കൊടുത്ത ഈ അതിജീവിത എന്ന് വിളിക്കപ്പെടുന്ന ആ 3 പേർക്കാണ് സത്യം പറഞ്ഞ പണി. കേട്ടോ, ഞാൻ അതിജീവിത എന്ന് വിളിക്കുന്നില്ല, കുറേ ആളുകൾ വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അവർക്കാണ് പണി. അവർക്ക് സൈബർ അറ്റാക്ക് ഭയങ്കര രീതിയിൽ നേരിടുന്നു. അതിനെതിരെ അവരിപ്പോൾ വീണ്ടും കേസുമായിട്ട് ആദ്യ പരാതിക്കാരി പോയിരിക്കുകയാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഈ പരാതിയെല്ലാം കൊടുത്തിട്ട് ഇതിന് തീർപ്പാവും? ഇതൊന്ന് നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവിത അഭിഭാഷകയ്ക്കെതിരെ സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ നേതാവാണ്. തന്നെയും മറ്റിരകളെയും ദീപയും സംഘവും നിരന്തരം വേട്ടയാടുന്നു എന്നും അതിജീവിത. ബി ബാലഗോപാൽ തന്നെ ചേരുന്നുണ്ട് വിശദവിവരങ്ങൾ നൽകാനായി. ബാലഗോപാൽ, എന്താണ് ഈ അതിജീവിത ഇപ്പോൾ ആരോപിക്കുന്നത്? എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണം വരാൻ ബാലഗോപാൽ അവിടെ ഇരിക്കട്ടെ, കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സൈബർ വെട്ടുകിളിക്കൂട്ടം, അത് കൊള്ളാലോ. അത് എന്താണെങ്കിലും സൈബർ വെട്ടുകിളി കൂട്ടമോ സൈബർ ദുങ്കിടി കൂട്ടമോ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സൈബർ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം, അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ചുമ്മാ അനാവശ്യമായിട്ട് കുറെ രാഹുൽ പണ്ട് മെസ്സേജ് അയച്ചു, മെസ്സേജ് പുറത്ത് എന്നും പറഞ്ഞ് കുറെ സാധനങ്ങൾ പുറത്തു വരുന്നുണ്ട്, കുറെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എന്തെങ്കിലും ഇത്തിരി റീച്ച് സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവർ, അവർ കാരണമാണ് നിങ്ങൾക്ക്, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് ശരിക്കും ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അയാൾക്ക്, എനിക്കറിയത്തില്ല ഈ ആരൊക്കെ ഇവിടെ ശരിയായിട്ടുള്ളവരാണെന്നൊന്നും, പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഈ സൈബർ അറ്റാക്കിലേക്ക് പോകുന്നത് ഇതുപോലുള്ള കുറേ ഐറ്റങ്ങൾ ഇറങ്ങുന്നതുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വ്യൂഡ്. വീടി മാമോ.